ഐക്യം ഒട്ടുമില്ല, പക്ഷെ നല്ല വെയിറ്റുള്ള പേരൊക്കെ ഉണ്ട്. എന്തുട്ടാ? ഐക്യ ജനാധിപത്യ മുന്നണി. തർക്കങ്ങളൊക്കെ ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. അച്ചോടാ, കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. അല്ല നേതാവേ, നിങ്ങൾ ഇപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയായിരുന്നു? തനിക്കെതിരെ നട്ടാക്കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നു. എത്ര അപമാനിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസ് പ്രവർത്തകനായി തുടരും. കെ കരുണാകരന്റെ മകനെ സംഖ്യയാക്കാൻ നോക്കണ്ട. എന്തൊക്കെ ഡയലോഗുകളാ! അല്ല, ആരാണാ പോലെ മുരളീധരൻജിക്കെതിരെ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുന്നത്? ഇന്നിപ്പോ പാർട്ടിയിലെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ശരിയാ, പക്ഷെ അതൊന്നും പാർട്ടി വിടാനോ അല്ലെങ്കിൽ BJPയിൽ ചേരാനോ ഉള്ള കാരണമല്ല. കോൺഗ്രസിലെ പ്രശ്നങ്ങളില്ല എന്ന് അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടാവോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്തായാലും കുറെ കല്ലുകടി നടക്കണതല്ലേ. ഒരു സമ്പൂർണ്ണ നേതൃയോഗം ചേരാന്ന് KPCC അങ്ങോട്ട് തീരുമാനിച്ചു. ഇതുവരെ പറഞ്ഞത് നടന്നതൊക്കെ എത്ര സിമ്പിൾ വിമർശനം. ഇത്തവണത്തെ യോഗത്തിലെ വിമർശനമാണ് മക്കളെ ശരിക്കുള്ള വിമർശനം. ഇനി വിമർശനങ്ങളിലേക്ക് വരാം. മുതിർന്ന നേതാക്കൾ അച്ചടക്ക ലംഘനം നടത്തുന്നു എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരവിടെ അച്ചടക്ക ലംഘനം നടത്തുന്നത്? ശശി തരൂർ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് ജോൺസൺ അബ്രഹാം. അതെന്താണ് തരൂർജി, നിങ്ങൾ പാർട്ടിക്ക് ഒരു സമാധാനം കൊടുക്കൂലേ? ഞാൻ എല്ലാ നേതാക്കളുടെയും സഹായവും പിന്തുണയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടിയിട്ടില്ല. കണ്ടോ എന്റെ നേതാക്കളെ, നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിച്ചിട്ട് ഒരു തരി സപ്പോർട്ടെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ തരൂർജിക്ക് കൊടുത്തിട്ടുണ്ടോ? അതാ ആ നടത്തിയിട്ട് മുൻ KPCC പ്രസിഡന്റായ മുരളീധരൻജിക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. ശശി തരൂരിന് പിന്നെ സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഫ്രണ്ട് റോയിൽ കസേര പോലും കൊടുത്തില്ല. ആ ആൾക്കാരാണ് പറയണത് എത്ര നന്നായി പരിപാടി സംഘടിപ്പിച്ചാലും നേതാക്കൾ തന്നെ എല്ലാം കൊളാക്കുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ തകരാറുള്ളത് എഴുത്തും വായനയുള്ളവരെയൊക്കെ ഒരു പേടിയാണല്ലോ എല്ലാവർക്കും. മുരളീധരൻജി പറഞ്ഞ പോലെ എഴുത്തും വായന അറിയുന്നവരെ പേടിയുള്ളോണ്ടാണോ നേതാക്കളെ നേതൃയോഗത്തിൽ ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിച്ചത്? ഞാനാണ് ഈ പാർട്ടിയുടെ അകത്ത് നെഹ്റുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി നെഹ്റുവിന്റെ എല്ലാ വാക്കും പഠിച്ച് നെഹ്റുവിന്റെ ഒരു ആരാധകനായിട്ട് അറിയപ്പെടുന്ന ഒരാൾ ഞാനാണ്. കണ്ടല്ലോ, പാർട്ടിക്കകത്ത് നെഹ്റുവിനെ കുറിച്ച് പഠിച്ച് പുസ്തകങ്ങൾ എഴുതിയ ആകെ ഒരാളാണ് ശശിയേട്ടൻ. അതായത് പാർട്ടിക്കകത്ത് നെഹ്റുവിന്റെ ആരാധകനായി അറിയപ്പെടുന്ന ഒരാൾ പുള്ളി മാത്രമാണ്. ആ ശശിയേട്ടനോടാ നിങ്ങളുടെ ഈ വിരട്ടല്. ഇനിയുണ്ട് വേറെ കുറെ വെറൈറ്റി വിമർശനങ്ങള്. കോൺഗ്രസിന്റെ വൈക്കം ആഘോഷത്തിൽ വനിതകൾ എവിടെയെന്ന് ഷാനിമോൾ ഉസ്മാൻ. അരിക്കൊമ്പന്മാരെ കോൺഗ്രസിൽ വളർത്തരുതെന്ന് അൻവർ സാദത്ത്. സീനിയർ നേതാക്കൾക്ക് അവഗണനാന്ന് തിരുവഞ്ചൂർ. ഏറ്റവും ഒടുവിൽ കൈകൂപ്പി സഹകരിക്കണമെന്ന് സുധാകരൻജിയുടെ അഭ്യർത്ഥന. കോൺഗ്രസിനകത്തെ പൊട്ടിത്തെറി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ശരി, കഥ തുടരും.